ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ ദിവസങ്ങളിലും അല്ല, എല്ലാ നിമിഷങ്ങളിലും എന്ന് പറയുന്നതാണ് കുറെ കൂടി ശരി. ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചും ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് നടക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ നടക്കാൻ കഴിഞ്ഞാൽ അയാൾ വാസ്തവമായിട്ടും ഭാഗ്യവാനായിരിക്കും. കാരണം ദൈവവചനം ഒരിക്കലും നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോയി വിടുകയില്ല. തെറ്റിൽ നിന്നും ശരിയിലേക്കുള്ള യാത്രയാണ് ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ലോകത്തിൽ കാണുന്ന പല ശരികളും ഇന്നലകളിൽ തെറ്റായിരുന്നു. ഇന്നലകളിൽ തെറ്റായിരുന്നത് പലതും ഇന്ന് ശരിയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ദൈവവചനത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ഇന്നലെയും ഇന്നും എന്നേക്കും ഒരുപോലെ തന്നെയായിരിക്കും. യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഇന്നലകളിൽ തെറ്റെന്ന് പറഞ്ഞത് ഇന്നും അത് തെറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്നലകളിൽ ശരി എന്ന് പറഞ്ഞത് ഇന്നും ശരിയെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി 30-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കട്ടെ. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിക്കൊടുത്ത വിടുതലുകളും ഉദ്ധാരണങ്ങളും ഓർത്ത് ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്ന വാക്കുകളാണ് നമുക്കിവിടെ കേൾക്കാൻ കഴിയുന്നത്. ഇവിടെ ഒരാൾ സന്തോഷിക്കുമ്പോൾ മറ്റൊരാൾ സന്തോഷിക്കുന്നില്ല എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നില്ലേ? ഇത് ഒരു സ്വാഭാവികമായ കാര്യം മാത്രമാണ്. രണ്ടുപേർ തമ്മിൽ യുദ്ധത്തിലേർപ്പെടുമ്പോൾ ഒരാൾ ജയിക്കും, ഒരാൾ തോൽക്കുമെന്നുള്ളത്. ജയിക്കുന്നയാളിന് സന്തോഷമുണ്ടാകുമ്പോൾ തോൽക്കുന്നയാളിന് തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാവുകയില്ലല്ലോ. അവർ ദുഃഖിക്കും, സങ്കടപ്പെടും. പരാജയബോധം അവരെ മറ്റ് പല നിലകളിലേക്കായിരിക്കും ചിന്തിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരുമില്ലല്ലോ. ഒരിക്കൽ ഒരാളുടെ അടുക്കൽ ദിവ്യനായ ഒരു മനുഷ്യൻ അതിഥിയായി എത്തി. ഇങ്ങനെ ഒരാളെ എപ്പോഴെങ്കിലും കയ്യിൽ കിട്ടിയാൽ തനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നും ചില കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നും ഒക്കെ കണക്ക് കൂട്ടിയിരുന്ന ഈ മനുഷ്യൻ അതിഥിയോട് അല്ലെങ്കിൽ ദിവ്യനായ ഈ മനുഷ്യനോട് ചോദിച്ചു, എനിക്കും എൻ്റെ കുടുംബത്തിനും സന്തോഷം വരുന്ന ഒരു വാചകം എഴുതി തരുമാറാകണം. അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് ഒരു കടലാസ് കൊടുത്തു. അതിനകത്ത് എഴുതി ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ ഇവർ നോക്കി നിന്നു. അദ്ദേഹം അതിൽ ഇങ്ങനെയാണ് എഴുതിയത്: അച്ഛൻ മരിക്കുന്നു, മകൻ മരിക്കുന്നു, ചെറുമകൻ മരിക്കുന്നു. ഗൃഹനാഥനാകപ്പാടെ ദേഷ്യം വന്നു. അയാൾ ഇദ്ദേഹത്തോട് ചോദിച്ചു, സന്തോഷം പകരുന്ന വാക്കുകൾ എഴുതി തരണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് എന്തിനാണ് മരണത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? അദ്ദേഹം അവർക്ക് ഇങ്ങനെയാണ് മറുപടി കൊടുത്തത്: നിങ്ങളുടെ മകൻ മുമ്പേ മരിച്ചാൽ അത് ദുഃഖമായിരിക്കും. നിങ്ങളുടെ ചെറുമകൻ നിങ്ങളുടെ മകന് മുമ്പായി മരിച്ചാൽ അതും ദുഃഖമായിരിക്കും. എന്നാൽ ഞാൻ എഴുതിയിരിക്കുന്നത് പോലെയാണ് സംഭവിക്കുന്നതെങ്കിലോ അത് സ്വാഭാവിക നിയമവും കുടുംബത്തിന് പിന്നത്തേതിൽ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യവുമായി തീരും. ശരിയല്ലേ? വീട്ടിലേറ്റവും മുതിർന്നയാള് വയസ്സ് ചെന്ന് പിന്നെയും വർഷങ്ങൾ ദീർഘായുസോടുകൂടി കഴിയുമ്പോൾ ആരോഗ്യം ലഭിക്കത്തില്ല എന്നറിയാമല്ലോ. ആരോഗ്യമുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കാൻ മറ്റു ചിലർ കൂടി അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെ ദീർഘനാൾ ഒരാളെ ശുശ്രൂഷിച്ച് കഴിയുമ്പോൾ അത് ഒരിക്കൽ പോലും സന്തോഷത്തിന് കാരണമാകാനുള്ള സാധ്യത തീരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മരണം സംഭവിക്കേണ്ട സമയങ്ങളിൽ അത് സംഭവിക്കുന്നത് തന്നെയാണ് കുടുംബങ്ങൾക്ക് ആശ്വാസം, വ്യക്തികൾക്ക് ആശ്വാസം. അത് ഈ പറയുന്ന ഞാനാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് സ്വീകാര്യമാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായി സംഭവിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. നിഷേധിക്കുന്നത് മണ്ടത്തരവുമാണ്. സ്വാഭാവികമായി സംഭവിക്കേണ്ട കാര്യങ്ങൾക്ക് നേരെ നമ്മൾ മുഖം തിരിച്ചിട്ട് ഒരു കാര്യവുമില്ല. സ്വാഭാവികതകളെ നമുക്ക് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ചിലതിനോടൊക്കെ നമ്മൾ സമരം ചെയ്യേണ്ടി വരും. എന്നാൽ മറ്റു ചിലതിനോട് നമ്മൾ സമരസപ്പെട്ടേ മതിയാകൂ. മരണത്തെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല. ലോകത്തോട് വിട പറയുന്ന സമയം ഏതെന്ന് ആർക്കെങ്കിലും മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയുമോ? നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയുള്ളപ്പോൾ നിശ്ചയമായിട്ടും ശത്രു നമ്മുടെ മേൽ ജയമെടുക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം ഒരു ക്രിസ്തുഭക്തനെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൽ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. അങ്ങനെ ദൈവത്തിലും ദൈവവചനത്തിലും മാത്രം ആശ്രയം വെച്ച് ജീവിക്കുന്ന ഏതെങ്കിലും ആളുകളുടെ മുമ്പിൽ ശത്രു വന്നുപെട്ടാൽ അതിൻ്റെ മേലുള്ള ജയവും ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. തക്ക സമയത്ത് ദൈവം ഭംഗിയായി കാര്യങ്ങൾ ചെയ്യും.
ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യം പോലെ ശത്രു നമ്മെക്കുറിച്ച് സന്തോഷിപ്പാൻ ഇടയാകത്തേയില്ല. അത് ദൈവിക പദ്ധതിയാണ്. നമുക്കതിനായി കാത്തിരിക്കാം. ദൈവം സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് കൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളുമേലും പൂർണ്ണമായ സന്തോഷത്തോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.